പഞ്ചാബ് കിങ്സ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽ. എന്താ കളി! വെടിക്കെട്ട്, തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് നടന്നത് അവിടെ എന്ന് പറയാം. നോക്കൂ, ആദ്യം ബാറ്റ് ചെയ്ത നമ്മുടെ ഡൽഹി ക്യാപിറ്റൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 264 റൺസാണ് എടുത്തത്. ഈ 264-ൽ 152 റൺസ് 67 ബോളിലെടുത്ത നമ്മുടെ KL രാഹുൽ. നോക്കൂ, എന്തൊരു മനോഹരമായ ഇന്നിംഗ്സ് ആയിരുന്നു. 16 4 9 സിക്സസ്, 152 റൺ. KL രാഹുലാണ് കളിയിലെ താരം. പിന്നെ 44 ബോളിൽ നിന്ന് 91 റൺ നിതീഷ് റാണ. ഈ 2 വിക്കറ്റിന് 264. അപ്പൊ കളിപ്പ ജയിക്കാന്നുള്ള പ്രതീക്ഷയിലാണ് ഡൽഹി ഇരുന്നത്. എന്നാൽ പഞ്ചാബ് കിങ്സ് എന്തുകൊണ്ടാണ് ഈ ടൂർണമെന്റിലെ അൺബീറ്റൻ ടീമായി നിൽക്കുന്നതെന്ന് അവർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. സ്വന്തം റെക്കോർഡ് 2024 KKR-നെതിരെ 262 ജേസ് ചെയ്തിട്ടുള്ള അവരുടെ റെക്കോർഡ് അവർ തിരുത്തി 265 റൺസ് അടിച്ചു. 7 ബോൾ ബാക്കി നിൽക്കുമ്പോൾ 6 വിക്കറ്റിന് ഡൽഹി ക്യാപിറ്റലിനെ തകർത്തു. നോക്കൂ, 17 ബോളിൽ 43 റൺസ് എടുത്ത പ്രിയാൻഷു ആര്യ, ഈ 26 ബോളിൽ 76 റൺസ് എടുത്ത പ്രാറ്റ് സിമ്രാൻ, ദെൻ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 36 ബോളിൽ 71 റൺസ് എടുത്തിട്ട് കളി പഞ്ചാബ് കിങ്സിന് അനുകൂലമാക്കി. നോക്കൂ, അവർ അൺബീറ്റൻ, സ്റ്റിൽ റിമെയിൻ അൺബീറ്റൻ ഇൻ ദിസ് ടൂർണമെന്റ്. പക്ഷെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ പ്ലെയർ ആയിട്ടുള്ള ലുങ്കിസാൻ എൻഗിഡി, അയാൾ ഒരു നല്ല ക്യാച്ച് അറ്റംപ്റ്റിൽ തല ഇടിച്ച് വീഴേണ്ടായി. ഈ സ്റ്റേഡിയത്തിൽ ആംബുലൻസ് വന്നിട്ട് ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോയി. അയാൾക്ക് അതും പെട്ടെന്ന് തന്നെ അയാൾ റിക്കവറി ആവട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ഈ കളിയുടെ അവസാനത്തിൽ നമ്മൾ ഇത്രയും നല്ലൊരു കളി നമുക്കൊരു വിഷമത്തിലേക്കാണ് അത് എൻഡ് ചെയ്തത്. അയാൾ എത്രയും പെട്ടെന്ന് റിക്കവറി ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.